الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم واعبد ربك حتى يأتيك اليقين ഏറെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ പരമകാരുണ്യന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ എല്ലാവരോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ ദാസന്മാരുടെ കൂട്ടത്തിൽ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ, സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ബലിപ്പെരുന്നാളിന് ശേഷമുള്ള തൊട്ടടുത്ത യൗമുൽ ഖർറിലാണ് നമ്മളുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹജ്ജ് 11 വിശേഷിപ്പിച്ചത് യൗമുൽ ഖർറ് എന്ന്. അതും നമുക്ക് പെരുന്നാളാണ്. അയ്യാമു തശ്രീഖ് തീരുന്നത് വരെയും ദുൽഹജ്ജ് 11, 12, 13 ദിനങ്ങൾ, അത് മൂന്നും നമുക്ക് പെരുന്നാളിന് ശേഷമുള്ള ദിവസവും നമുക്ക് പെരുന്നാൾ സുദിനങ്ങളാണ്. അള്ളാഹു നിശ്ചയിച്ച് തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ധാരാളം തക്ബീറും തഹ്മീദുകളും ഒക്കെ പെരുന്നാൾ കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കേണ്ടതില്ല. ഇനി ഈ ദിനങ്ങളിലെല്ലാം തക്ബീറുകൾ ചൊല്ലൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, ഈ തക്ബീറുകൾ കേവലമായ ദിനങ്ങൾ കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. തക്ബീറുകൾ ഏതെങ്കിലും പെരുന്നാളിന് വേണ്ടി പ്രത്യേകമായ ദിവസത്തിൽ മാത്രം
ചില വചനങ്ങളല്ല, ചില കെലിമകളല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ മുഴുവനും ഉരുവിടേണ്ട ഒരു മഹത്തായ പുണ്യമാക്കപ്പെട്ട അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ് അവനെ സ്തുതിക്കുകയും അവനെ വാഴ്ത്തുകയും അവനെ പുകഴ്ത്തുകയും ചെയ്യുക, അവന് തസ്ബീഹുകൾ അർപ്പിക്കുക, സ്തുതികൾ അർപ്പിക്കുക, ഹംദുകൾ അർപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ഇഷ്ടമുള്ള കാര്യമാണ്. വലിയ മഹത്തായ പ്രതിഫലം നൽകുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പെരുന്നാൾ ദിനത്തിൽ നമ്മൾ തക്ബീറുകൾ കുറച്ചുകൂടി നമ്മൾ അത് കൂടുതൽ ചൊല്ലുന്നു എന്ന് മാത്രം. പെരുന്നാൾ നമസ്കാരത്തിൽ സാധാരണ തക്ബീറുകൾ കൂടാതെ 7 തക്ബീർ ആദ്യത്തെ റക്അത്തിലും പിന്നീട് രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീറുകളും എക്സ്ട്രാ അധികമായിട്ട് നമ്മൾ ചൊല്ലുന്നു എന്നത് അത്രയേ ഉള്ളൂ. എന്നാൽ സാധാരണ നമ്മുടെ നമസ്കാരങ്ങളിലൊക്കെ ഇത് കടന്നു വരുന്നുണ്ട്. നമ്മുടെ നമസ്കാര വേളയിൽ നമ്മുടെ നമസ്കാരത്തിൽ എത്ര തക്ബീറുകളാണ് ആവർത്തിച്ച് ഓരോ കർമ്മത്തിലും നമ്മൾ പ്രവേശിക്കുമ്പോൾ, കടന്നു ചെല്ലുമ്പോൾ നമ്മൾ തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടാണ് അത് ചെയ്യുന്നത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് തക്ബീറത്തുൽ ഇഹ്റാം, നമസ്കാരത്തിലെ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റുക്ന് എന്ന് പറയുന്നത് തക്ബീറത്തുൽ ഇഹ്റാം. അവിടെ നമ്മൾ ചൊല്ലുന്നു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ റുക്കൂഉം സുജൂദും ഇടയിലെ ഇരുത്തവും എല്ലാം ഈ തക്ബീറുകൾ ആവർത്തിച്ച് ഒരു ദിവസം എത്രയോ പ്രാവശ്യം. അതേപോലെ തന്നെ നമസ്കാര ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയോ തക്ബീറുകൾ നമ്മൾ 33 പ്രാവശ്യം തക്ബീർ കടന്നു വരുന്നുണ്ട്, 33 പ്രാവശ്യം തഹ്മീദുകൾ, തസ്ബീഹുകൾ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് നമ്മൾ ഇങ്ങനെ എല്ലാ ദിവസവും പറയുന്നുണ്ട്. നമ്മൾ അതിനെ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മളങ്ങനെ ചൊല്ലുന്നുണ്ട്, അതരം നാവ് ഇങ്ങനെ പറഞ്ഞു പോകുന്നു, പക്ഷെ മനസ്സറിയുന്നില്ല. നമ്മൾ പല പ്രവർത്തനങ്ങളും നമ്മൾ നിർവഹിക്കുന്നത് മനസ്സറിയാതെയുള്ള യാന്ത്രികമായ എങ്ങനെയൊക്കെയോ ഒക്കെ നമ്മളത് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതിനൊന്നും നമുക്കൊരു പെരുന്നാളായിട്ട് തോന്നാത്തത്, നമുക്കൊരു പുതുതായിട്ട് തോന്നാത്ത ഒരു അനുഭവം നമുക്ക് ഉണ്ടാവാത്തത് ഇതൊക്കെ കൊണ്ടായിരിക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ എല്ലാ ദിവസവും ഉള്ളതാണ്. പിന്നീട് തസ്ബീഹുകൾ കഴിഞ്ഞാൽ നമ്മൾ അത് 99 തസ്ബീഹും തഹ്മീദും തക്ബീർ 33 99. പിന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമ്മൾ ചൊല്ലാറുണ്ട്, അതും നമ്മൾ ചൊല്ലി 100 തികയ്ക്കാറുണ്ട് നമ്മൾ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതാണ്. അപ്പോൾ ഇത് എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഈ തക്ബീറുകളും ഈ തഹ്മീദുകളും എല്ലാം ഏത് സമയത്തും ഉണ്ടാവണം. പള്ളിയിൽ മാത്രം പോരാ, വീട്ടിലും നമ്മൾ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലും എല്ലാം തന്നെ ഇത് നിറഞ്ഞുകൊണ്ടുള്ളതാവണം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന ശറാഇഅൽ ഇസ്ലാമി ഖദ് കസറത് അലയ്യ ഫഅഖ്ബിർനി ബിശൈഇൻ അതശബ്ബസു ബിഹി ഖാല ലാ യസാലു ലിസാനക റത്ബൻ മിൻ ദിക്രില്ലാഹ്. ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ആ മനുഷ്യൻ പറയുകയാണ്, നബിയെ, ഇസ്ലാമിലെ ഈ ആരാധനാ കർമ്മങ്ങളൊക്കെ എനിക്ക് വലിയ ഭാരമായിട്ട് അനുഭവപ്പെടുന്നു, ഒരു വലിയ കാര്യമായി എന്നെ കൊണ്ട് അത് എല്ലാം നിർവഹിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുക, അതുകൊണ്ട് എനിക്ക് എളുപ്പം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം നബിയെ എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു കൊടുക്കുകയാണ്, ലാ യസാലു ലിസാനക റത്ബൻ മിൻ ദിക്രില്ലാഹ്. അള്ളാഹുവിന്റെ സ്മരണ കൊണ്ട് നിന്റെ നാവ് പച്ച പിടിക്കട്ടെ, നനഞ്ഞതായിരിക്കട്ടെ എന്ന്. ദിക്ർ കൊണ്ട് അള്ളാഹുവിന്റെ സ്മരണ, ആ സ്മരണ കൊണ്ട് എപ്പോഴും നീ എന്ത് ചെയ്യുക, അത് എപ്പോഴും സജീവമായിരിക്കുക എന്നുള്ളതാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനോട് പോലും പറഞ്ഞു കൊടുക്കുന്നത്. ഇത് ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിലാണ് നമ്മൾ അള്ളാഹുവിനെ നിങ്ങൾ സ്മരിക്കുവിൻ, ഓർക്കുവിൻ എന്ന് പറയുന്ന എത്രയോ ആയത്തുകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ നമസ്കാരത്തിൽ ഓതുന്ന ജുമാ ദിവസം പ്രത്യേകം നമ്മൾ ഓതുന്ന യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സമ്പത്തിന്റെ കൊണ്ടും മക്കളെ കൊണ്ടും നിങ്ങൾ മറന്നു പോകരുത്, മറപ്പിക്കരുത്. നിങ്ങളെ സമ്പത്തും മക്കളും നിങ്ങളെ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നും നിങ്ങൾ വിട്ടുപോകാൻ പാടില്ല. മനുഷ്യന്റെ ശ്രദ്ധ എങ്ങോട്ടാണ്? ഈ ദുനിയാവിലേക്കാണ് മനുഷ്യൻ കൂടുതൽ കൂടുതൽ എപ്പോഴും അവന്റെ ശ്രദ്ധ. നിസ്കാരത്തിന് വന്നാൽ തന്നെയും, നിസ്കാരത്തിന് വന്ന് കയറി ഇരുന്നാലും സലാം വീട്ടിയ ഉടനെ പോവുകയാണ്. ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും അവൻ പ്രവർത്തിക്കുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് നിർവഹിച്ചങ്ങ് പോവുകയാണ്. അപ്പോഴും ചിന്ത ദുനിയാവാണ്. കുറച്ചൊക്കെ എന്ത് വേണം? ഈ ദുനിയാവ് ഒരിക്കലും നമുക്ക് പറയപ്പെട്ടതല്ല എന്നുള്ള കാര്യം, ശാശ്വതമല്ല ആരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. വലിയ സ്വത്തുണ്ടായിരുന്ന ആളായിരുന്നു ഖാറൂൻ. ആ ഖാറൂനിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാറൂനിനോട് നൽകുന്ന നിർദ്ദേശം എന്താണ്? ഖാറൂനോട് പറയാണ്, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയ എന്നാണ് ഖാറൂനോട് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലാഹു. സ്വത്ത് ഉണ്ടായിക്കോട്ടെ, മുതലുണ്ടായിക്കോട്ടെ, എല്ലാം ഉണ്ടായിക്കോട്ടെ, പക്ഷേ അത് പരലോകത്തെ മറപ്പിച്ച് കളഞ്ഞുകൊണ്ടുള്ളൊരു സമ്പത്തായി മാറാൻ പാടില്ല. പരലോകത്തെ അള്ളാഹുവിൽ നിന്ന് നിന്നെ തടയുന്ന രീതിയിലുള്ള മക്കളെ കുറിച്ചുള്ള ചിന്തയും വേവലാതിയും അതാകാൻ പാടില്ല. മറിച്ച് പരലോകത്തെ ആയിരിക്കണം നീ മുൻഗണന നൽകേണ്ടത്. ഒന്നാമത്തെ സ്ഥാനീയത, ഒന്നാം സ്ഥാനം കൽപ്പിക്കേണ്ടത് തീർച്ചയായും പരലോകത്തെ കുറിച്ച് തന്നെയായിരിക്കണം. അള്ളാഹു നിനക്ക് നൽകിയത് കൊണ്ട് നീ ആ ദാറുൽ ആഖിറത്തിനെ തേടിക്കൊള്ളുക. വലാ തൻസ നസീബക മിനദ് ദുനിയ, എന്നാൽ ദുനിയാവിലെ കാര്യങ്ങൾ നീ വിട്ടുപോവുകയും വേണ്ട. ഇവിടെ ജീവിക്കാനും ഒക്കെ എന്തു വേണം? സമ്പത്ത് വേണം. ഇവിടെ ജീവിക്കാൻ ജോലി വേണം. ഇവിടെ ജീവിക്കാൻ ഭൗതികപരമായ കാര്യങ്ങൾ ആവശ്യങ്ങളാണ്, മനുഷ്യന്റെ ആവശ്യമാണ്. പക്ഷെ അത് അള്ളാഹു നിരുത്സാഹപ്പെടുത്തുന്നില്ല. എത്രയും നമുക്ക് തേടാം, ദുനിയാവ് നമുക്ക് അന്വേഷിക്കാം. ജുമാഅയുടെ കാര്യങ്ങൾ പറഞ്ഞ ആ സമയത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ ഫഇദാ ഖുദിയത്തിസ് സലാത്ത് ഫൻതശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹി വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ആ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ ജുമുഅ ദിവസം വിളിക്കപ്പെട്ടാൽ ധൃതിയിൽ നിങ്ങൾ പള്ളിയിൽ വരണം. അവിടെ കച്ചവടം, വദറുൽ ബൈഅ, കച്ചവടം സ്റ്റോപ്പ് ചെയ്യണം, കച്ചവടം നിർത്തിവെക്കണം. വദറുൽ ബൈഅ, കച്ചവടം നിർത്തിവെക്കണം. ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് വേഗത്തിൽ കടന്നു വരണം. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതാണ് സത്യവിശ്വാസി. റിജാലുൻ, ഒരു വിഭാഗം പുരുഷന്മാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സലാത്തി വഇതാഇസ് സകാത്തി യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറയുകയാണ്, അവരുടെ സ്വഭാവത്തെ കുറിച്ച് പറയുകയാണ്. ലാ തുൽഹീഹിം തിജാറ, അവരുടെ കച്ചവടം മറപ്പിക്കുകയില്ല, അശ്രദ്ധമായിലേക്ക് മാറ്റുകയില്ല, അള്ളാഹുവിൽ നിന്നും അവരെ തടയുകയില്ല. അവരെപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിലും വിചാരത്തിലും ചിന്തയിലുമായിരിക്കും അവർ. എത്ര വലിയ കച്ചവടക്കാരനായാലും, എത്ര വലിയ കച്ചവടക്കാരനായാലും, എത്ര വലിയ ബിസിനസ്മാനായാലും, എത്ര വലിയ ധൃതിയുള്ളവനായാലും, സമയമില്ലാത്തവനായാലും, അള്ളാഹുവിന്റെ കാര്യത്തിൽ
അവർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലായിരുന്നു, ഒരു വീഴ്ചയും വരുത്തുകയില്ലായിരുന്നു. കച്ചവടമോ ഇടപാടോ എന്തുമാവട്ടെ അവർ തടയുമായിരുന്നില്ല. അൻദിക്രില്ല, അള്ളാഹുവിനെ സ്മരിക്കുന്ന വിഷയത്തിൽ അവർ സക്കാത്ത് കൊടുക്കും, നമസ്കാരം നിലനിർത്തും. നോക്കുക സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിനെ സ്മരിക്കുന്ന, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കർമ്മമാണ് നമസ്കാരം. ആ നമസ്കാരത്തിൽ പിന്നെ ഒരു വീഴ്ചയും അവർ വരുത്തുകയില്ല എന്നാ പറഞ്ഞു. അതേപോലെ സക്കാത്തിന്റെ വിഷയത്തിൽ നമ്മൾ മാറ്റിവെക്കുകയാണ്. നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ചെങ്കിലും സൂക്ഷ്മത ആ കാര്യത്തിൽ പാലിക്കുന്നുണ്ട് എങ്കിലും സക്കാത്തിന്റെ കാര്യം വരുമ്പോൾ നമ്മൾ പിന്തിരിഞ്ഞു പോകുകയാണ്, മറിക്കളയുകയാണ്. ഇല്ല, അത് പാടില്ല. സത്യം ഉള്ള ആളാണോ, അവൻ ധനികനാണോ, സക്കാത്ത് കൊടുക്കാനുള്ള മുതൽ അവന്റെ കയ്യിലുണ്ടോ എങ്കിൽ നിർബന്ധമായിട്ടും അവൻ ആ കർമ്മം, സക്കാത്ത് എന്ന് പറയുന്ന പരിശുദ്ധമായ അള്ളാഹു നിർബന്ധമാക്കപ്പെട്ട ആ കർമ്മം അവൻ നിർവഹിച്ചിരിക്കണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന. അപ്പൊ ഇതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ജുമുഅക്ക് വിളിക്കപ്പെടുമ്പോൾ പെട്ടെന്ന് വരുവീൻ എന്നിട്ട് പറഞ്ഞ എന്താണ്? നിങ്ങൾ മനസ്സിലാക്കുന്നവരാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഹൈറായ കാര്യം. നിങ്ങൾ മനസ്സിലാക്കുന്നവരാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ ആ സഞ്ചാരം ദുനിയാവിലൂടെ അവസാനിക്കുന്നില്ല. ഒരു നീർക്കുമിളയെ പോലെ, വെള്ളത്തിലെ കുമിളകളെ പോലെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതല്ല ജീവിതം, അവിടെ അവസാനിക്കുന്നതല്ല ജീവിതം. മറിച്ച് നമുക്കൊരു ജീവിതം വരാനുണ്ട്. ആ അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിനം നമുക്ക് വരാനുണ്ട്. തീർച്ചയാണ് അല്ലാഹുവിലേക്ക് എല്ലാവരെയും മടക്കി വിളിക്കപ്പെടുന്ന ഒരു ദിനമുണ്ട്. എല്ലാവരെയും, മനുഷ്യരായി ജനിച്ച മുഴുവൻ ആളുകളെയും അല്ലാഹുവിന്റെ സന്നിധിയിൽ അല്ലാഹു വിളിക്കപ്പെടുന്ന, അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ആ ഒരു ദിനം വരാനുണ്ട്. ആ ദിനത്തിൽ തീർച്ചയായും നമുക്ക് അതിനു മുമ്പേ ചെയ്തു വെക്കേണ്ട കാര്യങ്ങൾ, ഏതേതു സാഹചര്യത്തിലും സന്ദർഭത്തിലും, പെരുന്നാളായാലും അല്ലെങ്കിലും, ഇനി കുറെ ദിവസങ്ങൾ നമ്മൾ കാത്തിരിക്കണം. ഒരു പ്രധാനപ്പെട്ട ആരാധന റമദാൻ നിസ്കാരം കഴിഞ്ഞാൽ ഇനി അടുത്ത റമദാൻ വരണമെങ്കിൽ നമുക്ക് 9 മാസം കാത്തിരിക്കണം. അടുത്ത 9 മാസം കാത്തിരിക്കണം. ഇനിയിപ്പം ഈ ദുൽഹജ്ജ് കഴിഞ്ഞാൽ അറബി മാസത്തിന്റെ പുതിയ വർഷം ആരംഭിക്കുകയാണ്. മുഹറം മാസം ആരംഭിക്കുക. അങ്ങനെ തുടങ്ങി മുഹറത്തിലെ 9ാമത്തെ മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം. അതുവരെ കാത്തിരിക്കണം. പക്ഷേ ഇതിനിടയിൽ നമ്മൾ നിലനിൽക്കുന്നവരായിരിക്കണം, ഇഖാമത്ത് ഉള്ളവരായിരിക്കണം, ഇഖാമത്ത് ദീനുള്ളവരായിരിക്കണം, ദീനിൽ അടിയുറച്ചു നിൽക്കുന്നവരായിരിക്കണം. എങ്ങനെയോ എപ്പോഴും നാം ഒരു പുതിയ വിശ്വാസിയായിട്ട് വേണം നമ്മുടെ നേരം വെളുക്കാൻ. നമ്മുടെ നേരം വെളുക്കാൻ എപ്പോഴും ഒരു പുതിയ വിശ്വാസിയായിട്ട് വേണം. അപ്പോ സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ഫൈദാ ഖുദിയത്തി സ്വലാത്ത്, നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാലോ ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളിലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹം തേടിക്കൊള്ളുക, ഭൂമിയിൽ വ്യാപിച്ചോ, നിങ്ങളുടെ ഓരോരുത്തരുടെയും കാര്യങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് തന്നെ പോയിക്കൊള്ളുക. ഓരോരുത്തരും അവരവരുടെ ജോലികൾ വ്യാപൃതരാകുക. അവിടെ ഒന്നും പിന്നെ പള്ളിയിൽ ചടഞ്ഞുകൂടിയിരിക്കണമെന്നോ, ജോലി ചെയ്യേണ്ടെന്നോ, എപ്പോഴും ആരാധന കർമ്മങ്ങൾ തന്നെ നിങ്ങൾ നിർവഹിക്കണമെന്നോ എന്ന് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. ഇവിടെ തന്നെ ഇരിക്കണമെന്നോ ഒന്നും കൽപ്പിച്ചിട്ടില്ല. നമുക്ക് എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രമേ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളൂ. ഏതൊരു ആരാധന എടുത്തു നോക്കിയാലും, ഇസ്ലാമിലെ ഏതൊരു ആരാധന കർമ്മങ്ങളൊക്കെ എടുത്തു നോക്കിയാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളൂ. നമസ്കാരം, ആ നമസ്കാരത്തിന് നിങ്ങൾക്ക് വരാൻ പറഞ്ഞു. പ്രായപൂർത്തിയെത്തിയ എല്ലാവർക്കും നിർബന്ധമാക്കി നമസ്കാരം. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് യാത്രയിൽ പോണോ, നിങ്ങൾ പെട്ടെന്നൊരു ജീവിതത്തിൽ യാത്ര ചെയ്യേണ്ടി വരും എങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇളവുണ്ട്, ഇളവ് നിശ്ചയിച്ചു.
നമസ്കാരത്തിൽ ഇളവ് നൽകി. ആ ഇളവ് നമ്മൾ ചെയ്തുകൊണ്ട് 4 റക്അത്തുള്ള നമസ്കാരം 2 റക്അത്ത് ചുരുക്കി തന്നു. അങ്ങനെയൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സകാത്ത് സമ്പന്നൻ നൽകിയാൽ മതി. ഹജ്ജ് അതിന് കഴിവുള്ളവർ നിർവഹിച്ചാൽ മതി. എല്ലാം നമുക്ക് ഇളവോടുകൂടി തന്നെയാണ് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. പ്രയാസപ്പെടുത്തുകയില്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. നിങ്ങൾക്ക് അള്ളാഹു എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസമല്ല. നമ്മളെ അള്ളാഹു പ്രയാസപ്പെടുത്തുന്നില്ല. ആരെയും ഒന്നുകൊണ്ടും അള്ളാഹു പ്രയാസപ്പെടുത്തുന്നില്ല. നോമ്പ് കൊണ്ട് ആരെങ്കിലും നോമ്പ് പിടിച്ചിട്ട് ആരെങ്കിലും പിന്നെ എന്തെങ്കിലും പറ്റിപ്പോയി എന്നാരും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. നോമ്പെടുത്തതിന്റെ പേരിൽ എത്രയോ ലക്ഷക്കണക്കിന് കുഞ്ഞുമക്കൾ, കൊച്ചുമക്കൾ വരെ നോമ്പെടുക്കുന്നുണ്ട്. ഒരു കുഴപ്പവുമില്ല. ഇത്തിരി നേരം ആഹാരം കഴിച്ചില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. അല്ലാതെ പട്ടിണിയിട്ട് കൊല്ലാനല്ല. ചില ആളുകളൊക്കെ ഈ പിന്നെ അവിടെ ഇരുന്നും ഇവിടെ ഇരുന്നൊക്കെ ഓരോന്നൊക്കെ പറയാറുണ്ട്. അത് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഓർക്കാനാണ് പറയുന്നത് ഏതു സാഹചര്യത്തിൽ. ഇനി ജുമാഅത്ത് പിന്നെ ഈ ഹജ്ജ് കർമ്മം മഹത്തായ കാര്യമാണല്ലോ. അള്ളാഹു പഠിപ്പിച്ച ഏറ്റവും വലിയ ഇബാദത്തുകളിൽ പെട്ടതാണ്. അള്ളാഹുവിനെ പിന്നെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ച ഇബാദത്തുകളിൽ പ്രധാനപ്പെട്ടതാണ് ഈ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം. ആ ഹജ്ജ് കർമ്മം നിർവഹിച്ചു കഴിഞ്ഞ ആളുകളോടും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന, ഫൈദാ ഖളൈതും മനാസികകും ഫദ്കുറുല്ലാഹ കദിക്രികും ആബാഅകും ഔ അശദ്ദ ദിക്റാ. ഈ ഹജ്ജ് കർമ്മം നിർവഹിച്ചു കഴിഞ്ഞ ആളുകളോടും അള്ളാഹുവിന്റെ പിന്നീടുള്ള കൽപ്പന അള്ളാഹിനെ സ്മരിക്കാനാ. അല്ല നിർത്തിക്കോ, ഇനി നിങ്ങൾക്ക് റെസ്റ്റ് എന്നല്ല പറഞ്ഞില്ല. ഇനി നിങ്ങൾക്ക് റെസ്റ്റ്. അതേപോലെ തന്നെ നമ്മുടെ പെരുന്നാൾ ദിവസത്തിൽ ഇന്ന് കഴിഞ്ഞു, ഇന്ന് നിസ്കാരമില്ല എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ഹത്താ യഅ്തിയക്കൽ യഖീൻ, മരണം വരെയും നമ്മളത് തുടർന്നുകൊണ്ടേയിരിക്കണം. അതങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പെരുന്നാളിന് ഇനി ളുഹറും ഇല്ല, ഇന്നത്തെ ദിവസം കഴിഞ്ഞു എന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടില്ല. മറിച്ച് എപ്പോഴും എന്ത് തുമ്മിയാൽ പോലും മനുഷ്യന്റെ ഒരു കാര്യമാണല്ലോ, നിസ്സാരമായ എന്നാൽ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് തുമ്മൽ, അല്ലെ? ഒരു സമയത്തേക്ക് ഹാർട്ട് നിശ്ചലമായി പോകുന്ന രംഗമാണ് തുമ്മൽ. ആ സമയത്ത് പോലും നിങ്ങളോട് ദൈവസ്മരണയാണ്, അള്ളാഹിനെ സ്മരിക്കാനുള്ള കൽപ്പനയാണ്. എന്താണ്? അൽഹംദുലില്ലാഹ് പറഞ്ഞത്, അല്ലേ? നമ്മൾ തുമ്മിയാൽ അൽഹംദുലില്ലാഹ്. അപ്പൊ അങ്ങനെ പോലും പഠിപ്പിക്കപ്പെട്ടവരാണ്. ഇന്ന് നമ്മൾ ഉറക്കം എഴുന്നേറ്റ് വന്നത് അൽഹംദുലില്ലാഹ് ഇല്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹി നുശൂർ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഉറക്കപ്പായിൽ നിന്ന്. അതേപോലെ ഉറക്കത്തിലേക്ക് പോയതും അള്ളാഹിനെ സ്മരിച്ചുകൊണ്ടാണ്. ഇതൊക്കെ മുസ്ലിമിന് പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഫൈദാ ഖളൈതും മനാസികകും, നിങ്ങൾ നിങ്ങളുടെ ഹജ്ജ് കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളം ഓർക്കുക. അവരോട് പറയാം, അള്ളാഹിനെ ഓർക്കുക ആയിരുന്നല്ലോ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇങ്ങനെ കുറെ ഉരുവിട്ടു. അറഫയിലുള്ള പ്രാർത്ഥനകൾ, അറഫയിൽ ഒരു ദിവസം കഴിച്ചു കൂട്ടൽ, അറഫ ദിവസം മഗ്‌രിബ് വരെ കഴിച്ചു കൂട്ടൽ, പിന്നീട് മുസ്ദലിഫയിൽ പോയി രാപ്പാർക്കൽ, പിന്നീട് അവിടെ നിന്ന് വീണ്ടും മിനായിലേക്ക് കടന്നു വരൽ, പിന്നീട് പിന്നെ കഅബ തവാഫ് ചെയ്യൽ, ജംറയിലെറിയൽ, എല്ലാത്തിന്റെയും പിന്നിൽ അള്ളാഹുവിന്റെ സ്മരണ തന്നെയാണ്. അവരോടാണ് ഈ പറയുന്നത്. എന്താണ് അള്ളാഹു പറഞ്ഞത്? ഫൈദാ ഖളൈതും മനാസികകും ഫദ്കുറുല്ലാഹ്, നിങ്ങൾ ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാൽ ഖളൈതും മനാസികകും, നിങ്ങളുടെ മനാസിക്കുകൾ കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ്, അള്ളാഹിനെ സ്മരിച്ചോ. അപ്പോ ഹജ്ജ് വരുന്നവരും എല്ലാവരും ആ രീതിയിൽ എപ്പോഴും അള്ളാഹുവിന്റെ സ്മരണയിൽ തന്നെ ആയിരിക്കണം, അവന്റെ ജീവിതാന്ത്യം വരെയും പുലർത്തിപ്പോരേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്മരിച്ച് ജീവിക്കുന്ന, അവനെ എപ്പോഴും സ്മരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഊസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കുറേ കർമ്മങ്ങൾ ചെയ്ത സന്തോഷത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. ഹജ്ജിന് പോയവർ ആ ഹജ്ജ് കർമ്മം അവരുടെ പൂർത്തീകരിച്ചു. ഏതാണ്ട് ഇന്നോ നാളെയോ കൊണ്ടൊക്കെ അവരുടെ ഹജ്ജ് കർമ്മം പൂർത്തിയാവും. അവസാന ജംറകളിൽ 3 ദിവസം എറിയുന്ന തിരക്കിലൊക്കെ ആയിരിക്കും. അതേപോലെ തന്നെ അതിനോടനുബന്ധിച്ച് നമുക്കും കുറേ കാര്യങ്ങൾ നോമ്പെടുക്കാനും, ദുൽഹജ്ജ് മാസം പിറന്നപ്പോൾ മുതൽ നമ്മൾ ആ കാര്യത്തിൽ പുണ്യങ്ങളിലൊക്കെ സദക്കയും അതേപോലെ തന്നെ കുറേ ഇബാദത്തുകൾ ഒക്കെ നമ്മളൊക്കെ നിർവഹിച്ചവരാണ്. ആ ഇബാദത്തുകൾ നമ്മളിൽ നിന്നും അള്ളാഹു സ്വീകരിക്കപ്പെടേണ്ടതും നമ്മൾ നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് ധാരാളം സ്മരിച്ചു. ഇബ്രാഹിമി മില്ലത്തിനെ കുറിച്ച് നമ്മൾ കേട്ടു. ആ ഇബ്രാഹിമി മില്ലത്ത് നമ്മൾ മുറുകെ പിടിക്കണം. ഒരുപാട് ഭാഗങ്ങൾ ഇബ്രാഹിമി മില്ലത്തുമായിട്ട് നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഒന്നും പോലും ഒരു വിശ്വാസിയുടെ ജീവിതത്തെ ബാധിക്കാത്ത ഒന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് വിട്ടേച്ചു പോയിട്ടില്ല. പറഞ്ഞ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്കും ഒക്കെ ഏറെ ഗുണം ചെയ്യുന്ന, ഏറെ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് പഠിപ്പിച്ചു തന്നു പോയിട്ടുള്ളത്. ലോകത്തിന് സമർപ്പിച്ചിട്ടുള്ള സമ്പൂർണമായ സമർപ്പണത്തിന്റെ പേരാണ് ഇബ്രാഹിം. നമ്മളൊക്കെ അത് ആഘോഷിച്ചു, അൽഹംദുലില്ലാഹ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഇബ്രാഹിമി മില്ലത്തിൽ പെട്ട തന്നെ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകൾ. അദ്ദേഹം എന്ത് ചെയ്താലും റബ്ബുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. ഇബ്രാഹിമി മില്ലത്തിന്റെ ഈ പ്രാർത്ഥനകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഓരോരോ ഘട്ടങ്ങളിൽ, ഓരോരോ സന്ദർഭങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നടത്തിയ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിൽ ധാരാളം റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹുവോട് ഈ ഉമ്മത്തിനു വേണ്ടിയും അതേപോലെ തന്നെ രാജ്യത്തിനു വേണ്ടിയും ഇനി വരും തലമുറക്കു വേണ്ടിയും ഈ നാടിനു വേണ്ടിയും എല്ലാം ഒക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിൽ ധാരാളം കാണാം. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് വൈദ് യർഫഉ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. കഅബം പണി പൂർത്തിയായി, എല്ലാം പടുത്തുയർത്തി. പിന്നീട് ആ കഅബത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് നടത്തിയ പ്രാർത്ഥന അള്ളാഹു എടുത്തു പറയുകയാണ്. നിങ്ങൾ ആ സന്ദർഭം ഓർക്കുക. ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്തി വ ഇസ്മാഈൽ, ഇബ്രാഹിം ഇസ്മായിലും കൂടി കഅബ പടുത്തുയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥിച്ചത്? റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. സഹോദരങ്ങളെ, നമ്മൾ ധാരാളം കർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ എന്താണ് വിശ്വാസത്തിലാണ് എനിക്കത് നിർവഹിക്കാൻ കഴിഞ്ഞു. പക്ഷേ അതിലൊരു ആത്മവിശ്വാസം നമുക്ക് അതിര് വിട്ടുകൂടാ. എൻ്റെ റബ്ബ് ഇനി എനിക്കൊന്നും ഇല്ല, ഒന്നും ഭയപ്പെടാനില്ല, പേടിക്കാനില്ല എന്ന് ആരും കരുതേണ്ടതില്ല. മറിച്ച് ഈ കർമ്മങ്ങൾ റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ പ്രവർത്തനമാണോ, അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണോ എന്നിൽ നിന്നും ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടായത് എന്ന് നമ്മൾ പരിശോധിക്കുകയും വീഴ്ചയുണ്ട് എങ്കിൽ, പോരായ്മയുണ്ട് എങ്കിൽ, കുറവ് വന്നിട്ടുണ്ട് എങ്കിൽ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന, റബ്ബെ സ്വീകരിക്കണമേ. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നിന്നൊക്കെ നമുക്ക് നൽകിയിട്ടുള്ള സന്ദേശം. നമ്മുടെ കർമ്മങ്ങളൊക്കെ ഈ സ്വീകരിക്കപ്പെടാൻ നമ്മൾ നിസ്കരിക്കുന്നുണ്ടല്ലോ. നമ്മൾ പിന്നെ ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ നമസ്കരിക്കുന്നു. റമദാൻ വരുമ്പോൾ നോമ്പെടുക്കുന്നു. നമുക്ക് സാധിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ നിന്നും പരിശുദ്ധമായ ഭവനത്തെ സന്ദർശിച്ചു. അവരൊക്കെ എന്താണ് ഇനിയുള്ള നാളുകളിൽ നമ്മൾ റബ്ബിനോട് നിരന്തരം അള്ളാഹുവിനോട് കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കർമ്മങ്ങൾ
വെറുതെയായി പോകാൻ പാടില്ല, നിഷ്ഫലമായി പോകാൻ പാടില്ല, ഫലമില്ലാത്തതായി പോകാൻ പാടില്ല. റബ്ബ് പൂർണ്ണമായും സ്വീകരിച്ച് കബൂൾ ചെയ്തുകൊണ്ട് നമുക്ക് പ്രതിഫലം ലഭിക്കണം. അതിനുവേണ്ടി നാം നിരന്തരം റബ്ബിനോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന വിശ്വാസിയുടെ ഒരു ആയുധമാണ്. പ്രാർത്ഥന റബ്ബുമായിട്ട് നിരന്തരം ബന്ധപ്പെടാനുള്ള ഒരു മാർഗമാണ്. അതുകൊണ്ട് റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് നമുക്ക് അതിനുള്ള മഹത്തായ പ്രതിഫലം നൽകി നമ്മെ എല്ലാവരെയും